നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. ശുദ്ധജലം ലഭ്യമല്ലെന്ന പരാതിയെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിൽ UDF പ്രതിഷേധം. സമരം അവസാനിപ്പിച്ചത് ഉടൻ പ്രശ്നപരിഹാരമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന്. പറളി എടത്തറയിൽ വയോധികനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 70 വയസ്സുള്ള കൃഷ്ണൻ. വരമ്പിൽ നിന്ന് കാൽ തെറ്റി വീണതാകാമെന്ന് പ്രാഥമിക നിഗമനം. കരിമ്പനകളുടെ നാട്ടിൽ വേനലിനെ തണുപ്പിക്കാൻ തമിഴ്നാടിന്റെ പനം നൊങ്ക്. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്ത് നൊങ്ക് കച്ചവടം സജീവം. ചൂട് രൂക്ഷമായതോടെ നൊങ്കിന് പ്രിയമേറിയെന്ന് കച്ചവടക്കാർ. പറളി ഓടന്നൂർ മുണ്ടക്കാവിൽ കതിർവേലയ്ക്ക് കൂറയിട്ടു. വേല ഫെബ്രുവരി 28-ന്. അതിപൗരാണികമായ വാടനകുറിശി തൃത്താന്തോന്നി ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമല്ലെന്ന് പരാതി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് UDF കൌൺസിലർമാരുടെയും മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരം സംബന്ധിച്ച് ഉറപ്പു ലഭിച്ചതോടെയാണ് നേതാക്കൾ പിരിഞ്ഞുപോയത്. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഉമിക്കുന്ന്, കൈത്തളി സ്ട്രീറ്റ്, പട്ടാമ്പി ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. 50 HP മോട്ടോർ കേടുവന്നതാണ് പ്രധാന പ്രശ്നം. കൂടാതെ വാൾവ് ഓപ്പറേറ്റർമാരുടെ കെടുകാര്യസ്ഥതയും യഥാസമയത്ത് കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് UDF കൌൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കൌൺസിലർ KR നാരായണസ്വാമി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പുകാരുടെ കൂലി കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ആധികാരികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പട്ടാമ്പി നഗരസഭ കുടിവെള്ള പദ്ധതി, പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി, പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നതിന് എതിരെയാണ് സമരം. പുതിയ 2 മോട്ടോറുകൾ വാങ്ങിയത് ഇവിടെ CRC സൂചിപ്പിച്ചു. ആ മോട്ടറിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപ് അത് പുറത്തു കൊണ്ടുപോയി വീണ്ടും ബൈൻഡ് ചെയ്യിച്ച് 10,000 ചെലവഴിക്കുകയാണ്. ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഒരു കൂസലുമില്ലാതെ സാധാരണക്കാർ ഇവിടെ നഗരസഭയിൽ താമസിക്കുന്ന കുടിവെള്ളവും കെട്ടിട നികുതിയും വീട്ടു നികുതിയും കരവും അടച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശമാണ് ഈ കുടിവെള്ളമെന്ന്. കാലിക്കുടങ്ങളുമായാണ് പ്രതിഷേധക്കാരെത്തിയത്. തുടർന്ന് നഗരസഭ AEയെ സമീപിച്ചു. പ്രതിഷേധക്കാർ വിഷയം AEയെ ധരിപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് AE മറുപടി നൽകി. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. CA റാസി, C സംഗീത, K ബഷീർ, ഉമ്മർ കിഴായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ളയെ ആരോപിച്ച് പറളിയിൽ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ DCC അംഗം P സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അമിതമായ നികുതിഭാരം അടിച്ചേൽപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് സർക്കാരെന്നാരോപിച്ചാണ് പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പറളി 2nd വില്ലേജിന് മുന്നിൽ നടന്ന ധർണ DCC അംഗം P സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KN ആനന്ദജി അധ്യക്ഷത വഹിച്ചു. V വിനയൻ മാസ്റ്റർ, K വേണുഗോപാൽ, KR ചന്തു, MP ഷൺമുഖൻ, MV വിജയകുമാരൻ, KS അസ്ഫർ, MV ചെമ്പകവല്ലി, KM അബ്ദുൾ സത്താർ, KM രമേഷ്, KA ഹക്കീം, C സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. എടത്തറയിൽ വയോധികനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്തറ വളയംപറമ്പിൽ കുളത്തിങ്കൽ വീട്ടിൽ 70 വയസ്സുള്ള കൃഷ്ണനെയാണ് ചന്ദ്രശേഖരപുരം പാടശേഖരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് വയലിൽ മൃതദേഹം കണ്ടെത്തിയത്. അടുത്തുള്ള ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് പാടവരമ്പിലൂടെ നടന്നുവരുമ്പോൾ അബദ്ധത്തിൽ തെന്നി വീണതാകാമെന്ന് മങ്കര പോലീസ് പറഞ്ഞു. മരിച്ച കൃഷ്ണന് 70 വയസ്സുണ്ട്.
ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ മോർച്ചറിയിലേക്ക് മാറ്റി. ശാന്തയാണ് ഭാര്യ. മക്കൾ മിനി, സിനി, അനി, ഐശ്വര്യ. മരുമക്കൾ സുരേന്ദ്രൻ, പ്രഭു, ജനാർദ്ദനൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് 33-ാം വാർഷിക സമ്മേളനം ചുവന്ന ഗേറ്റിൽ നടന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. IPT പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. ചുവന്ന ഗേറ്റിലെ ബ്ലൂ ഡയമണ്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 33 കൊല്ലക്കാലത്ത് സംഘടനാ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രത്തോളം ഒന്നും പങ്കാളി അല്ലെങ്കിലും 33 കൊല്ലമായി ഇങ്ങനത്തെ ഒരു കാര്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് ഭാഗമാക്കാവുകയും കഴിയാവുന്ന വിധത്തിൽ പങ്കാളിയാവുകയും ചെയ്തതിൻ്റെ അനുഭവം എനിക്കുണ്ട്. ഞാനിവിടെ കൃഷ്ണനോട് ചോദിച്ചു, ഈ സംഘടന രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ 33 കൊല്ലമായ 33ാമത് വാർഷിക സമ്മേളനം. അപ്പോൾ ആ വാർഷിക സമ്മേളനം 33 എന്ന് പറയുമ്പോൾ അന്നത്തെ 1ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപൂർവം ചില ആളുകൾ. അതുകൊണ്ട് അത് നമുക്ക് അവിടെ വലിയ അനുഭവമാണെന്നാണ്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി VC ശങ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ രേഖയുടെ അവതരണം ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് നിർവഹിച്ചു. കൗൺസിലർമാരായ KP പ്രസാദ്, TK ബഷീർ, KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ മാസ്റ്റർ, R മണി, A ബാലകൃഷ്ണൻ, PM സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 75 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ KSSPU ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ പ്രതിഭകളെ അനുമോദിച്ചു. സാഹിത്യകാരി PV ആര്യ, മാപ്പിളപ്പാട്ട് കലാകാരൻ E ശിവശങ്കരൻ, ദേശീയ അത്ലറ്റ് വിഷ്ണുശ്രീ, യുവ കാർട്ടൂണിസ്റ്റ് TP അക്ഷയ് തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സർവീസ് പെൻഷൻ മാസിക അവാർഡ് വിതരണം ബ്ലോക്ക് രക്ഷാധികാരി പ്രൊഫസർ EG പൗലോസ് നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ചമ്പർക്കുളം AUP സ്കൂളിൽ 120-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ MM വിജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സീനിയർ അധ്യാപിക MV സുധ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിക്കുന്ന ഹിന്ദി അധ്യാപകൻ കൃഷ്ണൻകുട്ടിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് കൃഷ്ണൻകുട്ടി മാസ്റ്ററെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R അഭിലാഷ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗം NK ശശിധരൻ, കുഴൽമന്ദം AEO K വിക്ടർ ഡേവിഡ്, BRC ട്രെയിനർ ഡോക്ടർ ജെഷി, PTA പ്രസിഡന്റ് V മുരളീധരൻ, MPTA പ്രസിഡന്റ് V ചിത്ര, സ്കൂൾ ലീഡർ M മുഹമ്മദ് ഷബീബ് എന്നിവർ പ്രസംഗിച്ചു. 2024-2025 വർഷത്തിൽ പഠനത്തിൽ മികവ് കാഴ്ചവെച്ചവർ, സബ് ജില്ലാ, ജില്ലാതല മത്സരങ്ങളിലെ വിജയികൾ എന്നിവർക്കുള്ള സമ്മാനദാനം സ്കൂൾ മാനേജർ TS സരസ്വതി അമ്മാളും അഡ്മിനിസ്ട്രേറ്റർ TG ലക്ഷ്മണനും നിർവഹിച്ചു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ ഗർത്തങ്ങൾ വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. പൊതുവെ തകർച്ച നേരിടാത്ത പാതയിലെ ഒറ്റപ്പെട്ട കുഴികൾ മരണക്കെണി ആവുകയാണ്. മങ്കര ചവിട്ടിലത്തോട് ഭാഗത്ത് രൂപപ്പെട്ട വൻ ഗർത്തം മൂടാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചവിട്ടിലത്തോടിന് പുറമെ 14 മൈൽ ചന്ദനപ്പുറം ഭാഗങ്ങളിലും ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഗർത്തങ്ങളിൽ പെട്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ചവിട്ടിലത്തോട് ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ട് മാസങ്ങളായിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഇന്നുവരെ നടപടിയെടുത്തിട്ടില്ല. ഓരം ചേർന്ന് വാഹനം വന്നാൽ വലിയ അപകടമാണ് സംഭവിക്കുക. 1/2 മീറ്റർ താഴ്ചയിലും 1 മീറ്റർ വീതിയിലുമാണ് ഗർത്തം. മാസങ്ങളായിട്ടും ബന്ധപ്പെട്ടവർ കുഴി മൂടാൻ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വലിയ അപകടമുണ്ടാകും മുമ്പ് ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് NCP ജില്ലാ സെക്രട്ടറി SJ നജീബ് ആവശ്യപ്പെട്ടു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ്
മുഹമ്മദ് റിയാസ് അവർക്ക് ഒരു നിവേദനം ഇന്ന് തന്നെ തയ്യാറാക്കി അയച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്ന് നടന്നു വരുന്ന എല്ലാ റോഡുകളുടെയും പുതിയ നൂതന രീതിയിൽ റോഡുകൾ നിർമ്മാണത്തിന് വേണ്ട പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നതോടൊപ്പം പരാതി കൊടുക്കുന്ന ആ പരാതികൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്ന ഒരു മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഒരു NCP ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് മെമ്മോറാണ്ടം ഫാക്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടും ചൂടിൽ പനം നൊങ്കിന് പ്രിയമേറി. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്ത് വിവിധ ഭാഗങ്ങളിൽ നൊങ്കു വിൽപ്പനക്കാരെ കാണാം. ചൂട് കൂടിയതോടെ നിത്യേനെ 3000 രൂപയുടെ കച്ചവടം ലഭിക്കുന്നുണ്ടെന്ന് മങ്കര ഭാഗത്ത് നൊങ്കു കച്ചവടം നടത്തുന്നവർ പറയുന്നു. കരിമ്പനകളുടെ നാടെന്നാണ് പാലക്കാടിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും കച്ചവടത്തിന് നൊങ്കെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. പൊള്ളാച്ചിയിൽ നിന്നാണ് പനം നൊങ്കെത്തിച്ച് വിൽപ്പന നടത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. മുതലാളിമാർ മൊത്തമായി നൊങ്കെടുത്ത് വാഹനത്തിൽ കയറ്റി ഇവിടെ തൊഴിലാളികൾക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചു കൊടുക്കുന്നതാണ് രീതി. കമ്മീഷനാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. ഒരു ദിവസം 2500 മുതൽ 3000 രൂപ വരെ കച്ചവടം നടക്കുമെന്ന് മങ്കര മേഖലയിൽ നൊങ്ക് കച്ചവടം നടത്തുന്നവർ പറഞ്ഞു. നീർക്കെടുപ്പ്, അൾസർ, ഷുഗർ, മഞ്ചക്കാമള ഇതുകൾക്ക് നല്ലത്. ഉടമ്പ് നല്ലത്, ചൂട് കുറയും, நல்ல உடம்புல எந்த கேடும் கிடையாது. எந்த இதுவுமே எல்லாமே நல்லது தான். கெமிக்கல் எந்த மருந்து உரம் எதுவுமே இல்லை, இயற்கையாக உள்ளது. அதனால் எல்லாருமே சாப்பிட்லாம். நல்லது. എത്ര നാളായിട്ട് இது இப்போ ஒரு மாதமாக போட்டிருக்கேன். ஒரு மாதம் வியாபாரம் ஓடிட்டு எல்லாம் பரவாயில்லாம் ஓடும். ചൂട് കാലത്ത് சூடு காலத்தில் வெயிலுக்கு மாத்திரமே உண்டு விற்கும். എങ്ങനെ കൊണ്ടുവരാது? இது பொள்ளாச்சிலேருந்து வருது. பொள்ளாச்சிலேருந்து கொண்டு வருவாங்க. நமக்கு கமிஷன் மாதிரி அதையால் கொண்டு வந்து தரும். நமக்கு கமிஷன் மாதிரி விற்று கொடுக்கணும். സംസ്ഥാന പാതയോരത്ത് വിവിധ ഭാഗങ്ങളിൽ നൊങ്ക് കച്ചവടവുമായി നിരവധി പേരെ കാണാം. ഒരു നൊങ്കിന് 10 രൂപയാണ് വില. 5ഉം 10ഉം വീതം നൊങ്കുകൾ പാക്ക് ചെയ്ത് 50 രൂപ 100 രൂപ നിരക്കിലാണ് വിൽപ്പന. ചൂട് വർദ്ധിക്കുന്നതോടെ നൊങ്കിന് ഇനിയും പ്രിയമേറുമെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളി ഓടന്നൂർ മുണ്ടക്കാവിൽ കതിർവേലയ്ക്ക് കൂറയിട്ടു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷത്തിന് കൂറയിട്ടത്. ഫെബ്രുവരി 28-നാണ് കതിർവേല. ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കതിർവേല ആഘോഷത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് കൂറയിട്ടത്. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഇതോടൊപ്പം പ്രതിഷ്ഠാദിനാഘോഷവും നടന്നു. പ്രത്യേക പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നിറപറ സമർപ്പണവുമുണ്ടായി. വൈകിട്ട് ലളിത സഹസ്രനാമജപം, ഗുരുതി പൂജ, ചുറ്റുവിളക്ക്, ദീപാരാധന, രാത്രി വിളക്കാഘോഷം, തുടർന്ന് കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. ഫെബ്രുവരി 28-നാണ് കതിർവേല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അതിപൗരാണികമായ വാടാനംകുറിശി തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഫെബ്രുവരി 26-നാണ് ശിവരാത്രി. വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വാടാനംകുറിശി തൃത്താന്തോന്നി ക്ഷേത്രത്തിൽ മഹേശ്വരന് ഉഗ്രമൂർത്തി ഭാവമാണ്. ക്ഷേത്രത്തിന്റെ പേര് സൂചിപ്പിക്കും പോലെ തനിക്ക് തോന്നിയ പോലെയാണ് തേവരുടെ രീതികളെന്ന് വിശ്വസിക്കപ്പെടുന്നു. പടിഞ്ഞാറു ഭാഗത്തേക്ക് തിരിഞ്ഞാണിരിപ്പ്. പൗരാണിക പ്രസിദ്ധമാണ് സ്വയംഭൂ പ്രതിഷ്ഠയുള്ള ഈ മഹാക്ഷേത്രം. ശാന്തസുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വയലോരത്ത് കാറ്റിൽ ആലിലകൾ ഈണമിടുന്ന അലൗകിക അനുഭൂതി സമ്മാനിക്കുന്ന മഹാക്ഷേത്രത്തിൽ പ്രധാന ആഘോഷം ശിവരാത്രി മഹോത്സവം തന്നെ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പ്രൗഢിയും ഉയർത്തിപ്പിടിക്കുന്ന സ്വയംഭൂ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വാടാനംകുറിശി പ്രദേശത്ത് വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ്. അത് സ്വയംഭൂ ആയിട്ടുള്ള ശിവനാണ് ഇവിടുത്തെ മൂർത്തി. ഉഗ്രമൂർത്തിയാണെന്നാണ് പറയപ്പെടുന്നത്.
ഒരു ഉഗ്രമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്ഷേത്രം തന്നെ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം സ്വയംഭൂ, പടിഞ്ഞാട്ട് ദർശനം, നന്ദികേശനെ തിരുമുമ്പിലല്ലാതെ വേറെ പ്രതിഷ്ഠിക്കുക, അതേമാതിരി പിന്നിൽ ഗംഗ, ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശക്തി കൂടിയ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളായി പറയപ്പെടുന്നത്. ഇവിടുത്തെ ആഘോഷ പരിപാടികളുടെ പ്രധാനം ശിവരാത്രി തന്നെയാണ്. 26-ന് ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ വിശേഷ പൂജകളോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. വൈകുന്നേരം 1001 കുടം അഭിഷേകം ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കും. രാത്രി 9-ന് അന്നദാനമുണ്ട്. ഭക്തജനങ്ങൾക്കായി സായാഹ്നത്തിൽ കഥകളി, നൃത്തനൃത്യങ്ങൾ ഉൾപ്പെടെ വിവിധ കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 26-ന് നമ്മുടെ ക്ഷേത്രത്തിലും ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിലും വിവിധ പരിപാടികളോടെ മഹാശിവരാത്രി ആഘോഷിക്കുകയാണ്. കാലത്ത് മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് നമ്മുടെ മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, എന്ന് വെച്ചാൽ ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡനാമ യജ്ഞം നടക്കുന്നതാണ്. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ 1001 കുടം അഭിഷേകം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരുമുറ്റം നിറയെ ദീപങ്ങളാൽ അലങ്കൃതമാക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. തുടർന്ന് കഥകളി ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ 2 കഥകളാണ് ഉള്ളത്. ഒന്ന് സുഭദ്രാഹരണവും രണ്ടാമത്തത് പൂതനാമോക്ഷവും. വൈകുന്നേരം 7 മണി, കൃത്യം 7 മണിക്കാണ് ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ കഥകളി തുടങ്ങും. അത് കഴിഞ്ഞ് കഥകളിക്ക് ശേഷം നമ്മുടെ മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള തിരുവാതിരക്കളിയും മറ്റ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വക കലാപരിപാടികളും ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ്. പ്രാചീനതയുടെ തനിമ ചോരാതെയുള്ള പ്രവൃത്തികൾക്കാണ് ക്ഷേത്ര സംരക്ഷണ സമിതി മുൻതൂക്കം നൽകുന്നത്. തുടർന്നും വിശ്വാസികളുടെ സഹകരണമുണ്ടാകണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. ശുദ്ധജലം ലഭ്യമല്ലെന്ന പരാതിയെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിൽ UDF പ്രതിഷേധം. സമരം അവസാനിപ്പിച്ചത് ഉടൻ പ്രശ്നപരിഹാരമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന്. പറളി എടത്തറയിൽ വയോധികനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 70 വയസ്സുള്ള കൃഷ്ണൻ. വരമ്പിൽ നിന്ന് കാൽ തെറ്റി വീണതാകാമെന്ന് പ്രാഥമിക നിഗമനം. കരിമ്പനകളുടെ നാട്ടിൽ വേനലിനെ തണുപ്പിക്കാൻ തമിഴ്നാടിന്റെ പനം നൊങ്ക്. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്ത് നൊങ്ക് കച്ചവടം സജീവം. ചൂട് രൂക്ഷമായതോടെ നൊങ്കിനെ പ്രിയമേറിയെന്ന് കച്ചവടക്കാർ. പറളി ഓടന്നൂർ മുണ്ടക്കാവിൽ കതിർവേലയ്ക്ക് കൂറയിട്ടു. വേല ഫെബ്രുവരി 28-ന്. അതിപൗരാണികമായ വാടാനംകുറിശി തൃത്താന്തോന്നി ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.